ഇപ്പോഴുള്ള ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഒന്നുകിൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് തുറക്കുക, അതല്ലെങ്കിൽ കടുത്ത ആക്രമണത്തിന് വേണ്ടി കരുതിയിരിക്കുക എന്നുള്ള ഭീഷണിയാണ് അമേരിക്കയിൽ നിന്ന് വരുന്നത്. എന്നാൽ അത്തരമൊരു ആക്രമണ ശ്രമം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ ഈ ഊർജ്ജ സ്രോതസ്സുകളും കേന്ദ്രങ്ങളും പവർ പ്ലാന്റുകളും തങ്ങളും ആക്രമിക്കും. ഈ പവർ പ്ലാന്റുകളൊക്കെ ഇറാനെ തച്ച് തകർക്കുമെന്ന് അമേരിക്ക ഭീഷണിപ്പെടുത്തുമ്പോൾ അതേ നാണയത്തെ തിരിച്ചടിക്കാൻ ശ്രമിക്കുകയാണ് ഇറാൻ. ഈ പ്രാദേശിക കേന്ദ്രങ്ങൾ, അതായത് ഗൾഫ് നാടുകളിലെ രാഷ്ട്രങ്ങൾ തന്നെയായിരിക്കും തങ്ങളുടെ ടാർഗറ്റുകൾ. പശ്ചിമേഷ്യയിലെ അമേരിക്കയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളായിരിക്കും തങ്ങളുടെ പ്രൈം ടാർഗറ്റുകൾ എന്നുകൂടി ഇറാൻ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഈ ക്രൂഡ് ഓയിലിന്റെ വില വാണം പോലെ കുതിച്ചു കയറുന്നത്. മാത്രമല്ല ഓഹരി വിപണിയൊക്കെ അന്തർദേശീയ തലത്തിൽ തളർന്നു തുടങ്ങി എന്നുള്ള വാർത്തകളും വരുമ്പോൾ ഫിനാൻഷ്യൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു കൃഷ്ണ ചെറിയാൻ. ബ്രെൻ ക്രൂഡ് വില ബാരലിന് ഇപ്പോൾ $114 കടന്നു എന്നാണ്. ഇന്നലെ വന്ന ചില നിരീക്ഷണങ്ങൾ $150 വരെ ഇതിന്റെ വില ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ്. ഏറ്റവും അപകടപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഒരു ഫിനാൻഷ്യൽ വാർ കൂടി പൊട്ടിപ്പുറപ്പെടുന്നു എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്കിനെ കാണാം. കൃഷ്ണ ചെറിയാൻ, ഗുഡ് മോർണിംഗ്. പറയൂ വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. ഇതിപ്പോ ഈ ഒരു സംഘർഷം തുടങ്ങുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന്. ഇന്ധനവില കൂടും, പാചകവാതക വില കൂടും. ഇന്ധനവില എന്ന് പറയുന്നത് എല്ലാ വിലക്കയറ്റങ്ങളുടെയും മാതാവെന്ന് വിളിക്കുക. അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ വിലകളും കൂടും. ദൈനംദിന ജീവിതത്തെ സാധാരണക്കാരുടെ വരെ ബാധിക്കും ഈ സംഘർഷം എന്ന് മുൻപ് തന്നെ അറിയാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സംഘർഷം എന്ന് പറയുന്നത് ഒരുപക്ഷെ വെനസ്വേലയിലെ പോലെ പെട്ടെന്ന് ശടപടയെന്ന് തീർക്കാം എന്ന ഒരു രീതിയിലായിരുന്നു ഡൊണാൾഡ് ട്രംപ് തുടക്കമിട്ടതെങ്കിലും ഇപ്പോ ഈ പറയുന്നത് പോലെ അമ്മാത്തു നിന്ന് ഇറങ്ങിയതുകയും ചെയ്തു, എന്നാൽ ഇല്ലത്തൊട്ട് എത്തിയുമില്ല എന്ന അവസ്ഥയിലാണ്. പക്ഷെ അതേ ലോകരാജ്യങ്ങളെ എത്രത്തോളം പ്രതിസന്ധിയിലാക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇപ്പോ ബ്രെൻ ക്രൂഡിന്റെ വില $114 വരെ ബാരലിന് ഉയർന്നതിന് ശേഷം ഇപ്പോ ചെറിയൊരു ഇളവ് വന്നിട്ടുണ്ട്. 107.17 എന്ന നിലയിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. ഇനി ഫെബ്രുവരി മാസത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 50% വർധനയാണ് ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടായിരിക്കുന്നത്. നിരവധി സംഘടനകൾ, അതായത് ഗോൾഡ്മാൻ സാക്സ് പോലെയുള്ള ഏജൻസികൾ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഇവരൊക്കെ പ്രവചിക്കുന്നത് ഈ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ വലിയ വർധനയുണ്ടാകുമെന്നാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവചനം ഈ ഏപ്രിൽ വരെ യുദ്ധം നീണ്ടുപോയാൽ, അല്ലെങ്കിൽ സംഘർഷം നീണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് 180 പെർ ബാരൽ എന്ന നിലയിലേക്ക് ഉയരുമെന്നാണ്. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റെല്ലാ വിലകളും ഉയരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹോർമൂസ് കടലിടുക്ക് എത്ര നാൾ അടച്ചിടുന്നു എന്നത് വളരെയധികം ഇതിനെ ബാധിക്കും. മാത്രവുമല്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിലപേശലിന്റെ ഒരു തുറുപ്പുചീട്ടാണ് ഈ ഹോർമൂസ് കടലിടുക്ക്. ഇത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ ഇറാനോട് പറയുന്നുണ്ട്, വരുന്ന 30 ദിവസത്തേക്ക് നിങ്ങൾക്കുള്ള ഉപരോധം ഞങ്ങൾ പിൻവലിക്കുകയാണ്. അപ്പോൾ ഒരു സൈഡിൽ വലിയ ആക്രമണം നടക്കുകയാണ്, മറു സൈഡിൽ പറയുകയാണ് നിങ്ങൾക്ക് ഉപരോധമില്ല, എണ്ണ വിൽക്കാം. വർഷങ്ങളായിട്ട് ഇറാനെ ശിക്ഷിച്ചുകൊണ്ടിരുന്ന അതേ ഉപരോധമാണ് ഈ 30 ദിവസത്തേക്ക് നീക്കുന്നത്. അപ്പോൾ ഇതിനെ കളിയാക്കിക്കൊണ്ട് ഇറാൻ രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാന്റെ